ചിലർ ധാരണ രാത്രി ഉറങ്ങുമ്പോ കിടക്കുന്ന പുതപ്പുണ്ട്, ആ പുതപ്പ് രാവിലെ വരുമ്പോ എടുത്ത് ചുമലിട്ടിട്ട് സ്റ്റേജുമ്പോ കയറിയാൽ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ എന്ത് ചീത്തയും പറയാന്ന. അതിനേക്കാളും വലിയ പുതപ്പ് ധാരാളം കിട്ടും. അതുകൊണ്ടൊന്നും അള്ളാന്റെ ദീനാവൂല. അള്ളാഹുവിന്റെ ദീനിന്റെ തെളിവ് ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാഅാണ്. ഓ സുഹൃത്തുക്കളെ, ഇമാമിങ്ങൾക്ക് തെളിവായി ഖിയാസും അവർ തെളിവിനെ സ്വീകരിക്കും. നമുക്കൊന്നും അതിനുള്ള അധികാരമൊന്നുമില്ല, അവർ പറഞ്ഞു പറയാനേ അധികാരമുള്ളൂ. അത് തള്ളിയിട്ട് ആരും ഇവിടെ ദീനാണെന്ന് പറഞ്ഞ് നടന്നാൽ അതിന് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാം, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാം, അത് തെറ്റിദ്ധരിപ്പിക്കാം എന്നും ആരും വ്യാമോഹിക്കണ്ട. അത് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിന്റെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് നിലനിൽക്കും, SYS നിലനിൽക്കും, SSF നിലനിൽക്കും, SMA നിലനിൽക്കും, നമ്മുടെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ നിലനിൽക്കും. അതിനെ ആർക്കെങ്കിലും ഊതിപ്പറപ്പിക്കാനൊന്നും കഴിയില്ല. ഇവിടെ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരാൽ ഇവിടെ ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് നിലനിർത്തും. അതിലാർക്കും സംശയം വേണ്ട. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരതയോടെ ആവേശത്തോടെ നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് എല്ലാവരോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹുവിന്റെ പേര് അള്ളാഹു 3 തവണയാ പറഞ്ഞത്, അല്ലാഹ്, റഹ്മാൻ, റഹീം. അതിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് അവന്റെ അടിമകളോട് പെരുമാറുന്നത് അനുസരണമുള്ളവരാണോ അനുസരണമില്ലാത്തവരാണോ എന്ന് നോക്കിയിട്ടല്ല, അള്ളാഹുവിനെ സമ്മതിക്കുന്നവരാണോ അല്ലാത്തവരാണോ എന്ന് നോക്കിയിട്ടല്ല, എല്ലാവർക്കും കൊടുക്കും, അവനുദ്ദേശിച്ചത്ര വേണ്ട വിധത്തില് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ സമീപന രീതി എന്താ? നമ്മളോട് ഒരു സെക്യുലർ മനോഭാവമാണ്, മതേതര മനോഭാവമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള നിലപാടേ പടച്ചോനില്ല ഭൂമിയിൽ. റഹ്മാനിയത്തിന്റേത് ഈ നൈമിഷികമായ ദുനിയാവിലെ ജീവിതം സന്തോഷകരാക്കാനുള്ള സംഗതികളാണ്. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം, വെളിച്ചം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ എന്തിനാ ഞാനത് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ബിസ്മിയിൽ അല്ലാഹു അർ-റഹ്മാൻ എന്ന് ഇത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അർത്ഥം ബിസ്മിയുടെ അർത്ഥം അറിയുന്നവന് ഭൂമിയിൽ ഭീകരവാദിയാകാൻ പറ്റൂല എന്നാണ്. ബിസ്മിയുടെ അർത്ഥം അറിയുന്നവന് ഭൂമിയിൽ ഭീകരവാദിയാകാൻ പറ്റൂല. എല്ലാ മതക്കാരോടും സന്തോഷത്തോടെ ജീവിക്കാനും എന്നല്ല, അമുസ്ലിമായ സഹോദരന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ, മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ചികിത്സ കിട്ടിയില്ലെങ്കിൽ അവിടെ ഓടിച്ചെന്നത് കൊടുത്താൽ നിങ്ങൾക്ക് റഹീമിയത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന പരലോകത്ത് സ്വർഗം തരുന്ന പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഈ ഇസ്ലാമിനെ എങ്ങനെയാ മറക്കുക?